നമ്മുടെ നാട്ടിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വെള്ളിയാഴ്ച രാവിലെ മെസ്സേജ് വരും, 50 ആൾ ഖദീജ, അബൂബക്കർ, ഫാത്തിമ, ഇട്ടിലത്തോടി, ഖദീജ, നസ്ഫീസ, കുറെ പേരിങ്ങനെ വായിച്ചിട്ട് ഇവർക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കുക. അല്ല, അവർക്ക് നിസ്കരിച്ചിട്ടില്ലേ? നിസ്കരിച്ചിക്കണ്. കുളിപ്പിച്ചിട്ടില്ലേ? കുളിപ്പിച്ചിക്കണ്. ഖബറടക്കിയില്ലേ? ശരിക്കും എല്ലാം ചെയ്തിക്കണ്. പിന്നെന്തിനാ അതെന്നാലും നമ്മൾ നിസ്കരിക്കണം? ആരാ ഇത് പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ സന്ദർഭത്തിലാണ് മയ്യിത്ത് മുമ്പിലില്ലാതെ ഒരു മയ്യിത്ത് നിസ്കാരം നടത്തിയത്. എവിടെയാ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന മാത നജാശി, നഗസ് എന്ന് പറയുന്ന പ്രദേശത്ത് നജാശിയിൽ ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അസ്ഹമ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മുസ്ലിമായിരുന്നു. നാട്ടുകാരും മുസ്ലിമായിരുന്നില്ല. ശരിക്കും ശ്രദ്ധിച്ചു നോക്കി, നാട്ടുകാർ മുസ്ലിമല്ല, ഖലീഫ മുസ്ലിമായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ നാട്ടുകാരെല്ലാവരും സാധാരണ ഒരു മയ്യത്തിനെ കൊണ്ടുപോയി ഖബറടക്കുന്നത് പോലെ നമസ്കരിക്കാതെ കൊണ്ടുപോയി മറവ് ചെയ്തു. വാർത്ത പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നും ആരാരും നിസ്കരിച്ചിട്ടില്ല എന്നും അറിഞ്ഞപ്പോൾ നബി സ്വഹാബത്തിനെ എല്ലാവരെയും വിളിച്ചിട്ട് പറയാണ്, ഇന്നാലിന്ന നാട്ടിൽ ഒരു രാജാവ്, ഒരു സാലിഹായ മനുഷ്യൻ മരിച്ചിട്ടുണ്ട്. ഫഖൂമൂ, നിങ്ങളെല്ലാവരും റെഡിയാവണം. ഫസല്ലൂ അലാ അഖീകും അസ്ഹമ എന്ന നമ്മുടെ സഹോദരന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം. എന്തേ കാരണം? അവിടെ നിസ്കാരം നടന്നിട്ടില്ല, ഒരിക്കൽ പോലും നടന്നിട്ടില്ല, ഒരാളും നിസ്കരിച്ചിട്ടില്ല. അവിടെ നിസ്കരിക്കൽ വാജിബാണ് നമുക്ക്. അതുകൊണ്ട് അറിഞ്ഞ ഉടനെ അവരെല്ലാവരും ഇല്ലാത്ത സ്ഥലത്തില്ലാത്ത മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചു. എന്നിട്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. മറ്റെത്രയോ സ്ഥലത്ത് വെച്ച് എത്രയോ സ്വഹാബിമാർ മരിച്ചിരുന്നു. അവർക്കൊക്കെ അതാത് നാട്ടിൽ വെച്ച് നിസ്കാരം നടന്നിരുന്നു. പിന്നെ വേറെ ഒരാൾക്ക് വേണ്ടിയും അങ്ങനെ ഒരു നമസ്കാരം മയ്യത്തില്ലാതെ നമസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് ഉലമാക്കന്മാര് പറയാണ്, 2 വിഭാഗം ആളുകൾക്ക് വേണ്ടിയേ മയ്യിത്ത് അവിടെ ഇല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂ. ഒന്ന്, മുസ്ലിമീങ്ങൾ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ആ ജനാസക്ക് വേണ്ടി ആരും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഓരോ പ്രദേശങ്ങളിലും നമസ്കരിക്കാം. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. 2, മുസ്ലിമീങ്ങളുടെ പൊതുവായ ഒരു ഭരണാധികാരി, മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ ഒരു ഇമാമ്, അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ അതും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും അവർക്ക് വേണ്ടിയും ജനാസ നമസ്കരിക്കാം. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ട്രോളിയിട്ട് ചോദിക്കും, കണ്ടു ഹറമിൽ മറ്റേ ഇമാമ് മരിച്ചപ്പോൾ നിസ്കരിച്ചല്ലോ, വഹാബികൾക്ക് ഇത് പറ്റുമോ എന്നൊക്കെ ചോദിക്കും. പൊന്നു സഹോദരാ, ഇസ്ലാമിന്റെ നിയമം എന്ന് പറയുന്നത് എത്ര വിശാലമാണ്. ഫിഖ്ഹിന്റെ കിതാബിൽ പഠിപ്പിക്കാതെ പോയ കിതാബിന്റെ ഏത് ഭാഗമാണ് നമുക്കുള്ളത്? ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പഠിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ പള്ളിയിൽ വന്നപ്പോൾ അവിടെ സ്ഥിരമായി അടിച്ചുവാരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. പള്ളി അടിച്ചുവാരുന്ന സഹോദരി. ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 956 ഹദീസ്. ഒരു ദിവസം വന്നപ്പോൾ ഈ സഹോദരി അടിച്ചുവാരിയതായി കാണുന്നില്ല, പള്ളി വൃത്തിയായി കാണുന്നില്ല. നബി തങ്ങൾ ചോദിച്ചു, എവിടെ പോയി ആ സഹോദരി? അവര് പറഞ്ഞു, സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ സുഖമില്ലാതെ മരിച്ചു, ഞങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിച്ച് അവരെ മറവ് ചെയ്തു. നബി തങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. ഉടൻ നബി തങ്ങൾ പറയാണ്, ഫദുല്ലൂനി അലാ ഖബരി, എനിക്ക് അവരുടെ ഖബറൊന്ന് കാണിച്ചു തരുമോ? എന്തിനാണ്? എനിക്ക് ഖബറൊന്ന് കാണിച്ചു തരുമോ? ഫസ്വല്ല അലൈഹ, നബി തങ്ങൾക്ക് ഖബർ കാണിച്ചു കൊടുത്തു. അവിടെ ചെന്നിട്ട് നബി ഖബറിന്റെ അടുത്ത് പോയി നമസ്കരിച്ചു. അവിടെ മയ്യിത്തുണ്ട്, അവിടെ ഖബറിനകത്ത് മയ്യിത്തുണ്ട്. നബി തങ്ങൾ അവിടെ വെച്ച് നമസ്കരിച്ചു. സുമ്മ ഖാല, എന്നിട്ട് നബി പഠിപ്പിച്ചു, ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ളുൽമത്തുൻ അലാ അഹ്ലിഹാ, ഈ ഖബറിടത്തിലുള്ള ആളുകളുടെ ഖബർ ഇരുട്ടറയിലായിരുന്നു. ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ഖബറിടം അല്ലാഹ് പ്രകാശം കൊണ്ട് നിറച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് പണ്ഡിതന്മാര് പറയാണ്, നമ്മൾ ഒരു ജനാസന്റെ നിസ്കാരത്തിന് യാത്ര പുറപ്പെട്ടു, പക്ഷേ സമയം വൈകിപ്പോയി, ജനാസനെ ഖബറടക്കി നമ്മൾ ബ്ലോക്കപ്പെട്ടു. ശരി, ഇന്നെന്താ ചെയ്യാൻ? നിസ്കരിക്കാതെ തിരിച്ചു പോരണോ? വേണ്ട, നമുക്ക് ആ ഖബറിങ്ങൾ ചെന്നുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി നിസ്കരിക്കാം. ബാപ്പാന്റെ ജനാസ ഇവിടെ ഖബറടക്കാൻ നിൽക്കാണ്, മക്കൾ ഗൾഫിലാണുള്ളത്, 2 ദിവസം കാത്തിക്കണം, 1 ദിവസം കാത്തിക്കണം. ഏറ്റവും നല്ല വഴി, നിങ്ങൾ വാപ്പയുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ഖബറടക്കം വേഗം പൂർത്തിയാക്കിക്കോ, ഞാൻ അവിടെ വന്നിട്ട് നിസ്കരിച്ചോളാം. ഈ ഹദീസ് പോരെ? ആ ഖബറിങ്ങൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു. ഇനി മറ്റൊരു റിപ്പോർട്ട് പഠിപ്പിക്കാമെന്ന ഉമ്മു സഅദ് എന്ന് പറയുന്ന മഹദി മരണപ്പെട്ടപ്പോൾ വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗായിബുൻ, നബി തങ്ങൾ സ്ഥലത്തില്ലായിരുന്നു. ഫലമ്മാ ഖദിമാ സ്വല്ല അലൈഹ, നബി തങ്ങൾ നാട്ടിലേക്ക് വന്നപ്പോൾ അവരുടെ ഖബറിങ്ങൾ ചെന്നുകൊണ്ട് നമസ്കരിച്ചു. വഖദ് മളാലി ദാലിക ശഹ്രിൻ,
അപ്പോൾ ഏകദേശം 1 മാസത്തിൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ ഖബറടക്കം കഴിഞ്ഞിട്ട്. അതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ 1 മാസം വരെയൊക്കെയാണ് അതിൻ്റെ കാലാവധി. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണ് പിന്നെ ചെയ്യേണ്ടത് എന്നർത്ഥം.